ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വീഡിയോ ആയിട്ട്. വേറെ ഒന്നല്ല, ഇന്നലെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചേട്ടൻ പറഞ്ഞതാണ് ആസാം ഭാഷ്യം. അതായത് ഞാൻ മലയാളത്തിൽ പറയണത് എന്താണോ അത് അവളെ എനിക്ക് ആസാമിൽ പറഞ്ഞു തരും, ആ വാക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വെക്കാനാണ്. അത് എന്താവും അവസ്ഥ നോക്കി വെക്കാം നമുക്ക്. ഇതിനോ ഞാൻ മലയാളത്തിൽ നിന്നോട് പറയും. ഓക്കെ, നീ ആസാം ഭാഷയിൽ എനിക്ക് പറഞ്ഞല്ലോ അതിന്റെ വാക്കുകളാണ്. ഓക്കെ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാക്കുകളൊന്നും അറിയാത്ത കാരണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പേരിന് എന്തിട്ട് പറയാ? ഗാസ്. പേരിന് വിളിക്കുക. അപ്പൊ നമുക്ക് സെമീമിനെ വിളിക്കണം. അപ്പൊ സെമീമിനെ വിളിക്കുക. സെമീം എതികാവോ. നേന്ത്രപ്പഴം. നമ്മൾ നേന്ത്രപ്പഴത്തിന് എന്താ പറയാ? ബനാന. ബിലാഹി. ബനാന. ചൂരല് നമ്മള് എപ്പോഴും ഓൾറെഡി ഇവിടെ ഉണ്ട്. സ്റ്റോക്കാണ്. ഒരു ചൂരൽ എപ്പോഴും ഉണ്ടാവും, ഓൾറെഡി ഇവിടെ ഉണ്ടാവും. കാരണം ഇവിടെ ഒക്കെ കുടുംബത്തിലുള്ളത്. അപ്പൊ എന്തായാലും ഒരു ചൂരൽ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ചൂരലിന്റെ കാര്യം പ്രത്യേകം ചോദിച്ചിട്ടാണ്. അപ്പൊ ചൂരൽ എന്തിട്ട് പറയാന്ന്? ലാഡി. ചൂരൽ ഇല്ല. ലാഡി നൈ. ഇങ്ങോട്ട് വായോ. സെമീമിനെ വിളിക്കാണ്. സെമീം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാല് സെമീം ഇതികാവോ എന്താ പറയാ? തക്കാളിക്ക് എന്താ പറയാ? ടൊമാറ്റോ. ബിലാഹി. കൈപ്പയ്ക്ക. തിത്തക്കരല്ല. കൈപ്പയ്ക്ക എന്നാ ഞാൻ കറി വെച്ചിട്ടുണ്ട്. വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കയറി കണ്ടോളൂ. അതുകൊണ്ടാണ് കൈപ്പയ്ക്കയുടെ പേര് കൂടി അതിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ കൈപ്പയ്ക്കായിട്ട് തിത്തക്കരല്ല. നമ്മുടെ അവിടെ കൈപ്പയ്ക്ക പറയും. ചില സ്ഥലങ്ങളൊക്കെ പാവയ്ക്കാന്ന് പറയും. ആ സംഭവമാണ് പറയണത്. പിന്നെ കൊതുക്. കൊസു. കൊതുകിന് ജൂക്ക്. പശു. കൊതുക് ജൂക്ക്. അപ്പൊ നമ്മുടെ കൊതുക് എന്നുള്ളത് ജൂക്കല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊതുക് എന്ന് പറയുന്നത്. ഞാൻ മലയാളം പറയുന്നത് അവൾക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അവള് ഞാനിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ കൊതുകിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവള് പറഞ്ഞത് ജൂക്കല്ല, എന്നിട്ട് മോശം. ഇനി പശു. കൊസു. അപ്പൊ പശുവിന് ഗോരു അല്ലെ? പശുവിന് പറയാ ഗോരു എന്ന് പറയൂട്ട. മനസ്സിലായില്ല. മനസ്സിലായില്ല. ബുജിന. അതെന്താ വെച്ചാല് എപ്പോഴും ഞാൻ പറയണതൊന്നും മനസ്സിലായില്ല എന്നവളെപ്പോഴും ബുജിന എന്ന് പറയും അവളെപ്പോഴും. കാരണം ചേട്ടനോട് പറയാം ഞാൻ പറയണതൊന്നും അവൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് മനസ്സിലായില്ല. ബുജിന. എന്ന് പറയുന്നത് ആന. ഹാത്തി. ആനയ്ക്ക് ഹാത്തി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ആസാം ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് മലയാളം ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് എഴുതി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മലയാളം ഭാഷയൊക്കെ ഞാനത് ഇതിൽ ബുക്കിലൊക്കെ എഴുതി പഠിക്കുന്നുണ്ട് ആസാം ഭാഷയൊക്കെ. അപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പറയണമെന്ന് മനസ്സിലായി, ഇങ്ങോട്ട് പറയണമെന്ന് മനസ്സിലാവാത്ത ഞങ്ങൾ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും കയറി കണ്ടോളാം. അപ്പോൾ പോട്ടെ. ടാറ്റാ, ബൈ, സീ യു. താങ്ക് യു. ഓക്കെ.